ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കകത്ത്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനകത്താണ് നമ്മളെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടേണ്ട. അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ദൈവസാന്നിധ്യത്തിൽ മുന്നോട്ട് നയിക്കപ്പെടുന്ന ചില ദിനങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 34 അധ്യായം അതിൻ്റെ 7 വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ ജീവിതത്തിൽ നൽകിക്കൊടുത്ത 120 വർഷത്തിൽ 80 വർഷവും തൻ്റെ ജീവിതത്തിൽ ആകേണ്ടതുപോലെ ആയിത്തീരുവാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. എന്നാൽ 80 വയസ്സിന് ശേഷം തനിക്ക് ലഭിച്ച 40 വർഷങ്ങൾ തൻ്റെ ജീവിതത്തെ ആകപ്പാടെ മാറ്റിമറിച്ചു. 430 വർഷം അടിമത്തത്തിൽ കിടന്ന തൻ്റെ സഹോദരങ്ങളെ ഉദ്ധരിക്കാൻ ഒരു വിമോചകനായി ദൈവം തന്നെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കകത്ത്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനകത്താണ് നമ്മളെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ ആ നല്ല ദിനങ്ങളെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ദൈവ തേജസ്സിനാൽ നിറയപ്പെടുന്ന ആ നല്ല ദിനങ്ങളിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുന്നു. മോശയുടെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ 40 വർഷം മരുഭൂമിയിലായിരുന്നെങ്കിലും ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തെ അഭിമുഖമായി കണ്ട് തൻ്റെ ജനത്തെ കനാനിലെത്തിക്കുവാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തെങ്കിൽ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇതുവരെയുള്ള നിങ്ങളുടെ നഷ്ടങ്ങളെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ദൈവമഹത്വത്താൽ നിറയപ്പെടുന്ന, ദൈവ സാന്നിധ്യത്താൽ നയിക്കപ്പെടുന്ന ചില നല്ല ദിനങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ആ ദിനങ്ങളെ നിങ്ങൾ വിശ്വാസത്താൽ മനസ്സിൽ കാണുക. ദൈവത്തിൻ്റെ നിയോഗം, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കകത്താണ് നിങ്ങളെങ്കിൽ അത് നിങ്ങളിൽ നിറവേറുക തന്നെ ചെയ്യും. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.